Arriving on 10th March. ദൈവമേ. എന്തായിരുന്നു സാർ ടെലഗ്രാം? അല്ല പ്രൊമോഷനോ മറ്റാണോ? ഏയ് ഇതല്ല, കുറച്ച് പ്രശ്നമുള്ളതാണ്. ടെലഗ്രാം വന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഇനി വരാനിരിക്കുന്നതാണ് കുഴപ്പം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഭാഗ്യവാൻ. ചില സമയങ്ങളിൽ ഒന്നും മനസ്സിലാകാതിരിക്കുന്നതാണ് നല്ലത്. ദീപം ദീപം ദീപം. ചേട്ടൻ ഇന്നെന്താ നേരത്തെ? നേരത്തെയോ? രാവിലെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ സാധിച്ചു. അല്ല, ചേട്ടൻ എന്താ ഒരു പതർച്ച? പതർച്ചയോ? എനിക്കോ? ഞാൻ ഇന്നാണ് തീരെ പതറാത്ത ദിവസം. അല്ല അല്ല, ഒരു വളർച്ചയുണ്ട്. ഇപ്പൊ പതർച്ച മാറി വളർച്ചയായോ? നിനക്കിത് എന്ത് പറ്റി? അമ്മേ അമ്മേ അമ്മേ, ഊണെടുക്ക്. ഊണോ? സന്ധ്യാസമയത്ത് ഇവിടെ ആരാ ഊണ് കഴിക്കുന്നത്? ചായ എടുക്ക്. ഇവിടെ എല്ലാവർക്കും എന്ത് പറ്റി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നും ചേട്ടന്റെ വിവരമൊന്നുമില്ലല്ലോ. നാളെ നീ സിംഗപ്പൂർക്കൊന്ന് ഫോൺ ചെയ്യും. അവരൊക്കെ വന്നു കാണാൻ കൊതിയായി. കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണല്ലേ നന്ദോട്ടാ? നിന്റെ അഭിപ്രായം ചോദിച്ചില്ല. അവളെ പോലെ വേഷം കെട്ടി നടക്കാനല്ലേ നിനക്കും? രാധ വളർന്നത് സിംഗപ്പൂരിലാ. ആ പത്രാസും ഗമയും ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമല്ല. ആ കുട്ടിക്ക് ഒരു പത്രാസും ഇല്ല, പാവാ. ഇവർക്കൊന്നും പറഞ്ഞാ മനസ്സിലാകാത്ത എന്താ? മനസ്സിലാകാത്തത് ചേട്ടനാ. ദേ, ഉള്ള സമയം കൊണ്ട് കുറച്ച് ഡിസ്കോ ഡാൻസോ ബ്രേക്ക് ഡാൻസോ ഹോഴ്സ് റൈഡിങ്ങോ ഒക്കെ പഠിച്ചൊന്ന് മോഡേൺ ആവാൻ നോക്കും. പിന്നെ രാധുവിനൊപ്പം പിടിച്ചു നിന്നില്ലെങ്കിലേ ഷെയിമാണേ. അമ്മേ, അമ്മ തന്നെ പറഞ്ഞ് കല്യാണം വേണ്ടെന്ന് വെക്കണം. എന്താ നന്ദി പറയണേ? ഏട്ടൻ പണ്ടേ തീരുമാനിച്ചല്ലേ നിങ്ങളുടെ കല്യാണം? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഏട്ടന് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോ നീ സ്കൂളിലും ഗീതം ഒക്കെ ഇരിക്കുന്ന പ്രായം. പിന്നെ എനിക്ക് ഏട്ടനെ ഉണ്ടായിട്ടുള്ളൂ. ആ കുട്ടിക്ക് എന്തോ ഒരു കുറവ്. നീ അമ്മാവൻ പറയണ അനുസരിക്കാൻ നോക്കുക, അതാ നല്ലത്. ഇവര് സംഭവം വഷളാക്കി അടങ്ങും. ഈ ചേട്ടനൊരു കാര്യം. എന്ത് പണിയാ ചേട്ടാ ഇത്? അമ്മാവന്റെ ടെലഗ്രാം വന്ന വിവരം ചേട്ടൻ എന്താ പറയാഞ്ഞേ? ടെലിഗ്രാമോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല പോലും. എന്താ മോളെ? ദാ ഇത് കണ്ടോ അമ്മേ? അടുത്ത ആഴ്ച അമ്മാവന് മറ്റേ എത്തുന്നുള്ളതിന്റെ ടെലഗ്രാമാ. സമാധാനായി. ഇപ്പൊ വന്നതാ? അല്ല, ചേട്ടന്റെ പോക്കറ്റിൽ നട്ടിയതാ. ഞാൻ ചേട്ടന്റെ വിവരങ്ങൾ അറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നീ എന്താ നന്ദു എന്നോടൊന്നും പറയാഞ്ഞത്? അല്ല, ഒരു ഷോക്ക് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഷോക്കോ? ചേട്ടൻ വരുന്നതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? അതല്ല, ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഷോക്ക് വരാമല്ലോ. അതുകൊണ്ട് അവകാശം പറയാമെന്ന് വിചാരിച്ചു. നീ എന്തൊക്കെയാ പറയണേ? ആ ഗോപാലനാരെ പോയി വിവരം അറിയിക്കേ. ആ ബംഗ്ലാവ് ഏത് കോലത്തിലാണോ പോയിരിക്കണത്? ഷർട്ട് അലക്കാൻ എടുത്തപ്പോ ഭാഗ്യത്തിനാ പോക്കറ്റിൽ നിന്ന് കിട്ടിയത്. നനഞ്ഞ ടെലഗ്രാം കുതിർന്നു പോയെങ്കിൽ എന്തായേനെ? ടെലഗ്രാം കുതിർന്നു പോയാലും അവർ വരാതിരിക്കില്ല. ടെലഗ്രാം ഒളിപ്പിച്ചു വെച്ചാ അവർ വരാതിരിക്കോ? ഓ, ഒരു എഞ്ചിനീയർ. അതെ ആരാ, സൂക്ഷിച്ചടക്കി വെക്കണം. കംപ്ലീറ്റ് ഉത്തരവാദിത്വം കൊടുത്ത് ഞാൻ ആകെ ടെൻഷനിലിരിക്കുക. മുതലാളി വന്ന് കണ്ടാൽ എല്ലാം ക്ലീൻ ആയിരിക്കണം. ഗോപാലേട്ടാ, 3 കഴിഞ്ഞു. ടെൻഷന്റെ ഇടയിലേ എണ്ണം തെറ്റി പോവല്ലേ? നീ ഒന്നും എന്നെ എണ്ണം പഠിപ്പിക്കണ്ട, പറഞ്ഞേക്കാം. ഗോപാലന്മാരെ, ആ അടുക്കള ഭാഗത്തിൽ അപ്പടി മാറാലേ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇവരോട് അത് കഴിഞ്ഞ് പോയാ മതി എന്ന് പറയൂ. ആ, ഞങ്ങൾ ഇറങ്ങുന്നു. നേരെ സന്ധ്യയായി. ഇതാ മോത്താക്കോല്. പോകുമ്പോ ഗേറ്റ് കൂട്ടാൻ മറക്കണ്ട. ഇല്ല. അതെ, 4ാമത്തെ കഴിഞ്ഞു. മുട്ട ഇപ്പം മടങ്ങിയത് തന്നെ. എടാ, 4 അല്ല 40 ഗോപാലൻ നായർ സ്റ്റഡി ആയിരിക്കും. എന്റെ മുട്ടുമടങ്ങുന്ന പ്രശ്നമേയില്ല. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കടാ. മുട്ടുമടങ്ങിയടാ, അകത്തോട്ട് പോകാതെ. എന്റെ മുട്ടൊക്കെ ഉണ്ടാ. നമ്മുടെ തലേ എവിടെ? ശരി. അതെ, അല്ല,
എക്സ്ക്യൂസ് മീ. ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ, നമ്മുടെ വേണുവിനെ കണ്ടോ? ഓ വേണു, ഇതൊന്ന് പിടിച്ചേ. ആരെയാ ചോദിച്ചേ? വേണു. ഓ നെടുമുടി വേണുവാ? അല്ലല്ല, നമ്മുടെ രാഷ്ട്രീയത്തിലെ വേണു. പ്രതിപക്ഷത്തെ വേണു? അല്ല, ഭരണകക്ഷിയാ. ഓ KC വേണുഗോപാൽ? അല്ലല്ല, ഇത് ലോക്കൽ വേണുവാ. അതൊക്കെ പോട്ടെ. വേണുവും നിങ്ങളുമായുള്ള ബന്ധം? എന്തോ സുഹൃത്ത് ബന്ധം. ഇതൊന്ന് പിടിച്ചേ. അതോടെ ഇരിക്കട്ടെ. വേണുവിന് ഇപ്പൊ കാണേണ്ട ആവശ്യം? ആവശ്യമൊക്കെ ഉണ്ട്. എന്താ ഉദ്ദേശം? പിടിക്കാനാ പറഞ്ഞത്. കാര്യം പറഞ്ഞു കളിക്കല്ലേ? പിടിക്കണം. പിടിക്കാനാ പറഞ്ഞത്. എനിക്ക് കാര്യം പറയൂ. ഇതാരും മിസ്റ്റർ നന്ദഗോപാൽ, നമ്മുടെ വേണു ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. നിങ്ങളെ കാണുമ്പോ ചോദിക്കാതിരിക്കായിരുന്നു. അവനെ കണ്ട ഞാനൊന്ന് അന്വേഷിച്ചായിട്ട് പറഞ്ഞേര്. മാഷേ, അല്ല ഈ വേണു? ഈ വേണു അല്ല, കെ വേണു. തന്റെ വെളച്ചിൽ എന്റെ അടുത്ത് എടുക്കല്ലേ. തന്റെ വീട് എനിക്കറിയാം. താൻ 10 ദിവസം ഇരുട്ട തുടങ്ങും. മനസ്സിലായില്ലേ? ഫ്യൂസ് ഞാൻ ഊരും. മാഷേ, വേണു വന്നില്ലേ? ഇല്ല, ജിമ്മി കാണും. ജിമ്മിനില്ല. എന്നാ പിന്നെ പോലീസ് സ്റ്റേഷനിലാവും. ഇനി അവിടെ കൂടെ നോക്കാനുള്ളു. എഴുന്നേറ്റ്. സോറി സർ, ഞാൻ ഉറങ്ങുകയില്ലായിരുന്നു. പ്രതികളെ എങ്ങനെ പിടിക്കണമെന്നതിനെ കുറിച്ച് ഒരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നു. എന്ത് പദ്ധതി? എന്നോട് ക്ഷമിക്കണം സാർ, ഇനിമേൽ ഞാൻ ഉറങ്ങില്ല. ആഹാ, നീയായിരുന്നോ? ഇന്നെന്താ ഒറ്റയ്ക്ക്? വേണു വന്നില്ലേ? ഇവിടെ എത്തിയിട്ടില്ലേ? ഞാൻ അവനെ അന്വേഷിച്ചു വന്നാ. ഞാൻ മലയ്ക്ക് പോകാൻ പോകണമെന്ന് അറിഞ്ഞപ്പോ മുതലേ അവനെ കണ്ടിട്ടില്ല. ഇനി ഞാൻ മാലയിട്ടു എന്ന് അറിഞ്ഞപ്പോ അവന്റെ സ്വഭാവം നന്നായി കാണോ? അങ്ങനെ വരാൻ വഴിയില്ല. ആ ക്ലബിലൊന്ന് അന്വേഷിക്കും. രാമോട്ടം വരുന്നില്ലേ? മാലയിട്ടുകൊണ്ട് ക്ലബിലേക്കോ? പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ വന്നു വല്ല വടയോ ദോശയോ കുറച്ചുകൊണ്ടിരിക്കാം. വെജിറ്റേറിയൻ ആണല്ലോ. അത് ശരിയാവില്ല. മാലയൊക്കെ അഴിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം. വരട്ടെ. ഈ വേണു എന്ന് പറഞ്ഞ ആൾ ഇങ്ങോട്ട് വന്നു? വന്നില്ലല്ലോ. വേണു, എഴുന്നേറ്റെ. ഈ കളി ഒന്ന് കഴിഞ്ഞോട്ടെ. ഒരു കളിയില്ല. അത്യാവശ്യം കേൾക്ക്. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഒന്നും പറയണ്ട. ഓ, നിന്നെ തിരഞ്ഞ് ജിമ്മിലും കരാട്ടെ ക്ലാസ്സിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കറങ്ങി. ആന്ധ്രയിലെ പ്രശ്നം നീ അറിഞ്ഞില്ലേ? ഓ, തുടങ്ങി. അതുകൊണ്ട് കരാട്ടെ ക്ലാസ്സിലും ജിമ്മിന് പോവാൻ എന്റെ മനസ്സനുവദിച്ചില്ല. പിന്നെ ദാമോട്ട് ശബരിമലക്ക് പോകാൻ മാലിട്ടേക്കല്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അല്ല, എന്തെത്ര കാര്യമായിട്ട്? എന്റെ അമ്മാവൻ വരുന്നു. എന്ന് മുതൽ ഏത് തിയേറ്ററിൽ? എടാ, എന്റെ അമ്മാവൻ സിംഗപ്പൂരിൽ നിന്ന് വരുന്നെന്ന്. ഞാൻ വിചാരിച്ചത് പുതിയ സിനിമയുടെ കാര്യമാണെന്ന്. അല്ല, അങ്ങനെ ഇടക്കിടക്ക് വരാറുള്ളതല്ലേ? ഇത് അതുപോലെയല്ല. പുള്ളിക്കാരൻ അവിടുത്തെ എല്ലാം മതിയാക്കി ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങേര് വളരെ നല്ല മനുഷ്യനാണ്. എന്താ വല്ല സ്വീകരണം അറേഞ്ച് ചെയ്യണോ? അങ്ങേര് നല്ല മനുഷ്യനാണെന്ന് എനിക്കറിഞ്ഞൂടെ? എടാ, ഇതൊന്നും അല്ല പ്രശ്നം. അമ്മാവൻ വന്നാലുടനെ ഞാനും രാധവും തമ്മിലുള്ള കല്യാണം നടത്തും. കോൾ അടിച്ചല്ലോ. നിനക്കൊരു പെണ്ണ് കിട്ടുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇപ്പൊ സുന്ദരിയായ ഒരു പെണ്ണും പിന്നെ നിന്റെ അമ്മാവന്റെ കയ്യിൽ നിറയെ സിംഗപ്പൂർ വെള്ളിയും. നിനക്ക് അതൊക്കെയല്ലേ നോട്ടം? എടാ, എനിക്ക് അവളെ കെട്ടണ്ട. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ അവളും ചേരൂലെന്ന്? അവൾക്ക് നീ ചേരൂല എന്നുള്ളത് ഉറപ്പ്. നീ തമാശ കള വേണു. അവളുടെ പുച്ഛത്തിലുള്ള പെരുമാറ്റവും തന്റെ ഇടവും അഹങ്കാരവും ഒന്നും എനിക്ക് ശരിയാവില്ല. എന്റെ പ്രശ്നം നിന്നോടല്ലാതെ പിന്നെ ആരോടാ പറയുക? അമ്മയെ കൊണ്ട് പറയിച്ചൂടെ? അമ്മയ്ക്ക് അമ്മാവനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നിനക്കറിഞ്ഞൂടെ? അമ്മ പറയുന്ന പ്രശ്നമില്ല. എന്നാ പിന്നെ നിനക്ക് തന്നെ. അതും എനിക്ക് കഴിയില്ല. അമ്മാവന് അച്ഛന്റെയും കൂടെ സ്ഥാനമാണ്.